നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മെ ആരും ഓർക്കാതെ പോകുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരനുഭവമാണ്. ആരെങ്കിലുമൊക്കെ ഓർക്കാനുണ്ടെങ്കിൽ, സ്നേഹിക്കാനുണ്ടെങ്കിൽ നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് ലഘൂകരിക്കപ്പെടുമെന്നതിന് സംശയമില്ല. പക്ഷേ ഒരിക്കൽ പോലും നമ്മെ ഓർക്കാൻ ആരുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര വലിയ ദുരന്തമായി മാറും. എല്ലാവർക്കും ഓർക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കുവാനുമൊക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടോം സുതർലൻഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രൊഫസർ ബെയ്റൂട്ടിൽ പിടിക്കപ്പെടുവാനിടയായി. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഡീനായി സേവനമനുഷ്ഠിച്ചിരുന്ന ടോം സുതർലൻഡ് ചില വർഷങ്ങൾ അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ ഷിയൈറ്റ് മുസ്ലിം വിഭാഗം അന്ന് ലെബനോനിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടോം സുതർലൻഡിനെ ബന്ദിയാക്കുവാനിടയായി. അദ്ദേഹത്തെ ബന്ദിയാക്കി തടവിൽ പാർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ആ ജയിലിൽ കിടക്കുമ്പോൾ ആരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് സുതർലാൻഡിനെ ഭരിച്ചത്. അവിടെയുണ്ടായിരുന്ന ഒരു റേഡിയോയിലൂടെ സ്ഥിരമായി വാർത്ത കേൾക്കുവാൻ സുതർലൻഡിന് അവസരമുണ്ടായി. പ്രത്യേകിച്ച് BBC പോലെയുള്ള വാർത്തകൾ വായിക്കുന്ന റേഡിയോ സ്റ്റേഷനുകളിൽ ആരെങ്കിലും തൻ്റെ പേര് പരാമർശിച്ച് കേൾക്കുവാൻ അദ്ദേഹം കൊതിച്ചു. ഏതാണ്ട് 4-ൽ പരം വർഷത്തോളം അങ്ങനെ ബന്ദിയായിട്ട് കിടക്കുമ്പോൾ ഒരിക്കൽ പോലും റേഡിയോയിലൂടെ വാർത്ത വായിക്കുന്നവരാരും തന്നെ തൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ നിരാശനായി സുതർലൻഡ് മാറി. സത്യത്തിൽ എന്നെ ആരും ഓർക്കുന്നില്ല, ഇങ്ങനെ ഞാനൊരു ബന്ദിയായി കിടക്കുന്നത് ആരും അറിയുന്നില്ലല്ലോ എന്ന സങ്കടമാണ് അദ്ദേഹത്തെ ഭരിച്ചത്. ഇനി ഒരിക്കൽ പോലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരു ചിന്തയിലേക്ക് പതിയെ അദ്ദേഹം വഴുതി വീണു. ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കും, ഇതാണ് എല്ലാറ്റിൻ്റെയും അന്ത്യം. അങ്ങനെയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏതാണ്ട് 4 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ജയിലിൽ നിന്ന് അദ്ദേഹം മോചിപ്പിക്കപ്പെടുവാനിടയായത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ സ്വന്തം രാജ്യമായ അമേരിക്കയിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ക്രമീകരണങ്ങളും നടന്നു. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ലെബനിൽ തന്നെ തൻ്റെ ഭാര്യയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കി. തൻ്റെ ഭാര്യ ജീൻ ലെബനിലെത്തി ജയിൽ മോചിതനായ സുതർലൻഡിനെ കണ്ടു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ലോസ് ആഞ്ചലസിലേക്ക് വിമാനം കയറിയത്. വിമാനം ഇറങ്ങുവാൻ വേണ്ടി അവർ തയ്യാറാകുമ്പോൾ ലോസ് ആഞ്ചലസിൽ ഒരുപാട് ആളുകൾ കയ്യിൽ പ്ലക്കാർഡും ലൈറ്റുകളും ഒക്കെ പിടിച്ചുകൊണ്ട് ഒരു വലിയ സെലിബ്രിറ്റിയെ വരവേൽക്കുന്നത് പോലെ കൂട്ടം കൂടി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ ഭാര്യ ജീനിനോട് പറഞ്ഞു, നോക്കൂ, ഇവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടല്ലോ, ഏതോ ഒരു സെലിബ്രിറ്റി ഈ പ്ലെയിനിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാരാണെന്ന് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആരെയാണെങ്കിലും ഇത്രയധികം ആളുകൾ വരവേൽക്കേണ്ടതിന് ഇവിടെ വന്നുകൂടിയത് അത്ഭുതം തന്നെയാണ്. ഇത് കേട്ട മാത്രയിൽ സുതർലൻഡിൻ്റെ ഭാര്യ ജീൻ പറഞ്ഞു, അത് ഒരു സെലിബ്രിറ്റിയെ വരവേൽക്കേണ്ടതിന് കൂടി വന്ന ആളുകളല്ല, പകരം താങ്കൾ ഇന്ന് ഇവിടെ എത്തുമെന്ന് അറിഞ്ഞിട്ട്
താങ്കളെ വരവേൽക്കേണ്ടതിന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളാണ്. ഇത് കേട്ട മാത്രയിൽ സുധർലൻഡ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചിന്തിച്ചത് ഈ ഭൂമിയിൽ എന്നെ ആരും ഓർക്കുന്നില്ല എന്നാണ്. എല്ലാവരും എന്നെ മറന്നു എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇത്രയും വലിയ ആളുകൾ എന്നെ ഓർക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന വസ്തുത. അതെനിക്ക് നൽകുന്ന ആവേശവും സന്തോഷവും അതിരില്ലാത്തതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയെത്ര ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ ഒരു ജയിലിലെ ബന്ദിയായി കിടക്കുന്നവരാകണമെന്നില്ല. പക്ഷെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ബന്ദിയാക്കപ്പെട്ട ആളുകളുണ്ട്. ആരും കൂടെ ഇല്ലെന്ന് ചിന്തിച്ച് നിലവിളിക്കുന്നവരുണ്ട്. എല്ലാവരും എന്നെ മറന്നു എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അടുത്ത ബന്ധുക്കളാവാം, സഹായിച്ചവരാവാം, സ്നേഹിച്ചവരാവാം. പക്ഷേ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. എത്രയെത്ര ജീവിതങ്ങൾ നിരാശയുടെ കയത്തിൽ അങ്ങനെ ജീവിതം നയിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയുള്ള ഒരു വ്യക്തിയാവാം. രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. നിങ്ങളെ ആരും ഓർക്കുന്നില്ല എന്ന് ചിന്തിക്കല്ലേ. നിങ്ങളെയും ഓർക്കുവാൻ ആരൊക്കെയോ ഉണ്ട്. നിങ്ങളെ ഓർത്തും ആരൊക്കെയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ധാരാളം ആളുകളും ആരുമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് നാം ഒരാശ്വാസമാകണം. അവരെ ഓർക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. കാണുവാനും സ്നേഹിക്കുവാനും സഹകരിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമുക്കിടയാവണം. ആരും ഇല്ല എന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ. നമുക്ക് സ്നേഹിക്കാം, നമുക്ക് സഹകരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കാം. അതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നുമില്ല.